ത്രിയേക ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സന്ധ്യ കഴിഞ്ഞതായിട്ടുള്ള സമയത്ത് ഈ സന്ധ്യാരാധനയിലും നമ്മുടെ ഒരുമിച്ച് കൂടിയുള്ള ധ്യാനത്തിനുമായി ഇന്ന് പ്രത്യേകമായിട്ടുള്ള അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും സ്വാഗതത്തിനും ഉള്ളതായി നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യം, നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഈ ദിവസങ്ങളിലെ ഒരുമിച്ചുള്ള ഈ ജന്മപ്പെരുന്നാളിൻ്റെ വേണ്ടിയുള്ള ഒരുക്ക ധ്യാനമായിട്ട് ചേർന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ നമ്മുടെ ചിന്തകളെ യേശുക്രിസ്തുവിൻ്റെ തിരുജന്മവുമായി ബന്ധപ്പെടുത്തി അതിലേക്ക് നമ്മെ നയിക്കുവാൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കെങ്ങനെ അർത്ഥവത്തായ രീതിയിൽ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം, അർത്ഥവത്തായി നമുക്കെങ്ങനെ ആഘോഷിക്കാം എന്നൊക്കെയുള്ളത് നമ്മളെ ചിന്തിക്കുന്നതായിട്ടുള്ള ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പറഞ്ഞു വൈകിട്ടത്തെ പ്രോഗ്രാം മറ്റെങ്ങും വേണ്ടില്ല. രാവിലെ 8 മണിക്ക് കുർബാന തുടങ്ങി വൈകിട്ട് 6:30 ഒരു കമ്മിറ്റി വരെ പങ്കെടുത്തതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഓരോ ദിവസത്തെ പ്രോഗ്രാമെന്ന്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും എനിക്ക് വായിക്കുവാൻ സാധിക്കാതെ പോകുന്ന ഒരു കാര്യം ഈ വായന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നിപ്പോൾ പുസ്തകം തന്നത് അതിനു വേണ്ടി എനിക്കൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ്. വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ വേണം. എന്നിട്ട് ഞാൻ മറിച്ച് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ഹെഡിങ്ങിൻ്റെ വാചകം, അതുകൊണ്ട് ആ ഒരു വാചകമെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അതെന്നും നിലനിർത്താനാവില്ല. ഒടുവിൽ നിങ്ങൾക്ക് അവരെയോ നിങ്ങളെ തന്നെയോ സംതൃപ്തരാക്കുവാൻ കഴിയാതെ വരും. ചുമ്മാതെ മറിച്ച് നോക്കിയപ്പോൾ വായിച്ചൊരു വാചകമാണ്. നിങ്ങൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അത് എന്നും നിലനിർത്താനാവില്ല. ഒടുവിൽ നിങ്ങൾക്ക് അവരെയോ നിങ്ങളെ തന്നെയോ സംതൃപ്തരാക്കുവാൻ കഴിയാതെ വരും. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് ഈ സന്ധ്യയെങ്കിലും ഒരുക്കിയ അനുഗ്രഹീതമായ കുടിവരവിനായിട്ട് നിന്നെ സ്തുതിക്കും, നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ മഹത്വമുള്ള സന്നിധിയിൽ ഞങ്ങൾ വന്നു ചേരുമ്പോൾ നീ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവേ നിന്റെ ദിവ്യമായ ദർശനം നൽകി, നിന്റെ വ്യക്തമായ സന്ദേശം നൽകി, നിന്റെ നിത്യമായ സ്നേഹം നൽകി വീണ്ടെടുക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് ഈ ദിവസത്തെ ഞങ്ങളുടെ ഒരുമിച്ചുള്ള കുടിവരവിൻ്റെ അനുഭവങ്ങളും നിന്നോട് ചേർന്ന് ഏറ്റവും ധന്യമായിട്ടുള്ള അനുഭവങ്ങളായി തീരുവാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നതിനും കൂടുതൽ അർത്ഥവത്താക്കുന്നതിനും മുഖാന്തരമായി ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തുള്ള ഞങ്ങളുടെ ജീവിതം ഏത് രീതിയിൽ ആയിരിക്കണമെന്നുള്ളത് നീ ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായതിലൂടെയാണല്ലോ കർത്താവെ ഞങ്ങൾക്കറിയുവാൻ സാധിച്ചത്. ഞങ്ങൾക്ക് മുൻപിൽ മാതൃക കാണിച്ച്, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച്, ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന് ഞങ്ങളെ വീണ്ടെടുക്കുകയും അവിടുത്തെ ദിവ്യസ്നേഹത്തിൽ ഞങ്ങളെ ഒരുമിപ്പിക്കുകയും നിന്നോടുള്ള ദിവ്യമായ കൂട്ടായ്മയിൽ ഞങ്ങളുടെ ആയുസ്സിനെ ധന്യമാക്കി നിത്യതയെ പോകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരങ്ങളെ നൽകിത്തരികയും ചെയ്യുന്ന ദൈവമാകുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം. നിന്റെ ദിവ്യമായ അനുഗ്രഹങ്ങളും കൃപയും കൃപാവരങ്ങളും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്നുകൂടപ്പെട്ട ഓരോന്നിൻ്റെ മക്കളെയും നിന്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾ കർത്താവെ, അവർ നിന്നോടുള്ള ബന്ധത്തിൽ വളർന്നു വരുവാൻ തക്കവണ്ണമുള്ള അനുഗ്രഹീതമായ മുഖാന്തരങ്ങളെ അവിടുന്ന് ഒരുക്കുന്നുവല്ലോ. മറ്റ് വിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകളെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി, സഭയുടെ കെട്ടുപണിക്കും വളർച്ചയ്ക്കും വേണ്ടി ആയിരിക്കാൻ ഇടയാക്കി തീർക്കണമേ. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഒരു വാക്യം വായിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായ 2-ാം ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം.
2 കൊരിന്ത്യർ 8:9. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രൻ ആയിത്തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വാക്യമാണ്. എന്താണ് ഈ ദിവസങ്ങളിലെ ധ്യാനത്തിലൂടെ നമുക്ക് സാധ്യമായി തീരേണ്ടത്? യേശുക്രിസ്തുവിൻ്റെ സ്വയശൂന്യവൽക്കരണത്തിൻ്റെ പാത അത് അല്പമായിട്ടെങ്കിലും ഗ്രഹിക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനുമുള്ള വലിയ നിമിഷങ്ങളായി നമ്മുടെ ഈ ദിവസങ്ങൾ ധ്യാനം നമുക്ക് ആയിത്തീരേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിലൂടെ നമ്മൾ എന്താണ് ദർശിക്കുന്നത്? അവൻ്റെ സ്വയം നൽകൽ, ദ സെൽഫ് ഗിവിംഗ് ലവ് ഓഫ് ഗോഡ് ത്രൂ ഇൻകാർണേഷൻ. യേശുക്രിസ്തുവിൻ്റെ സ്വയം നൽകുന്നതായ ആ സ്നേഹം അത് തൻ്റെ ജഡാവതാരത്തിലൂടെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള അനുഭവമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ വായിച്ചതായിട്ടുള്ള ഭാഗത്തും സുവിശേഷങ്ങളിലും ഒക്കെ നമുക്ക് യേശുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു വസ്തുത ഇത് തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വയം നൽകുന്നതായ മനോഭാവം. ഈ ലോകത്തിലേക്ക് മനുഷ്യനായി ദൈവം അവതരിപ്പിച്ചപ്പോൾ അവൻ ലോകത്തിനു വേണ്ടി തന്നെ നൽകുവാൻ ബെത്ലഹേമിൽ കർത്താവ് മനുഷ്യനായി പിറന്നു എന്ന് പറയുമ്പോൾ അപ്പത്തിൻ്റെ പട്ടണത്തിൽ അപ്പമായി തീർന്നവൻ അവൻ എല്ലാവരെയും പോഷിപ്പിക്കുന്നതിന് വേണ്ടി വിശക്കുന്നവൻ്റെ വിശപ്പറിഞ്ഞവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിശപ്പറിയാത്ത ഒരാൾക്ക് വിശപ്പിനെ പറ്റി പ്രസംഗിക്കുവാനോ വിശക്കുന്നവനെ പറ്റിയുള്ള ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇടപെടുവാനോ സാധിക്കുകയില്ല. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ ചെയ്തത്, അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പോലും പഠിപ്പിച്ചത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് നൽകിത്തരണമേ. കർത്താവ് വിശപ്പ് അറിഞ്ഞവനാണ്. വിശപ്പ് അറിഞ്ഞവനായി ഈ ലോകത്തിൽ ജീവിച്ചവനാണ്. അവൻ ഈ ലോകത്തിലേക്ക് വന്നത് മഹത്വത്തിൻ്റെ പ്രഭുവായിരുന്നവൻ ഈ ലോകത്തിൽ മഹത്വത്തിൻ്റെ ആഘോഷങ്ങളില്ലാതെ അവിടുന്ന് തിരഞ്ഞെടുത്തത് കാലിക്കൂടാണ്, കാലിത്തൊഴുത്താണ്, കന്യക മറിയാമാണ്, ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളാണ്, താണയിടമാണ്. സ്വർഗീയ സൈന്യങ്ങളുടെ വ്യൂഹം കർത്താവിന് സ്തുതി പാടി എന്ന് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഈ താണ അനുഭവത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവപുത്രനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ദിവ്യമായ സ്നേഹത്തിൻ്റെ വലിയ ഒരു പരിചയം, വലിയ ആ ഒരു ഇൻട്രൊഡ്യൂസിങ് ഗോഡ്സ് ലവ് ടു ഹ്യൂമാനിറ്റി, അതാണ് നമുക്ക് ഈ അനുഭവങ്ങളിലൂടെയൊക്കെയും ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരായി തീരേണ്ടതിനു വേണ്ടി നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ആ കൃപയെ നിങ്ങൾ അറിയുന്നുവല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ദിവ്യമായ കൃപയുടെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള ലോകം വളരെയധികം സ്വാർത്ഥതകൾ നിറഞ്ഞതും വളരെയധികം മാത്സര്യം നിറഞ്ഞതും വളരെ വേഗത കൂടിയതും അവരെന്നെ കണക്കിലെടുക്കാത്തതുമായ ഒരു വലിയ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ഈ ക്രിസ്തുമസിൻ്റെ ദിനങ്ങളിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ ലോകമെമ്പാടും ഇന്ന് കാണുന്ന ക്രിസ്തുമസിൻ്റെ ആഘോഷം, അതിൻ്റെ സന്തോഷം എന്താകുന്നു? ലോകത്തോട് വിളിച്ച് പറയുന്നതായിട്ടുള്ള സന്ദേശം അത് ഭൗതികമായിരിക്കുന്ന ബാഹ്യമായിരിക്കുന്ന എന്തെങ്കിലും ആഘോഷങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു അനുഭവത്തെയാണോ ക്രിസ്തുമസ് സെലിബ്രേഷനിലൂടെ തിരിച്ചറിയുന്നത്? അതോ
യഥാർത്ഥത്തിലുള്ള മനുഷ്യാവതാരത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാനായിട്ട് ഇന്ന് ഈ ക്രിസ്മസിലൂടെ ലോകത്തിന് സാധിക്കുന്നുണ്ടോ? ലോകത്തിൽ രക്ഷകനായി പിറന്നവൻ്റെ രക്ഷയുടെ സന്തോഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രക്ഷയുടെ സന്തോഷത്തിൽ ആഘോഷിപ്പാനായിട്ട് ഇന്ന് മനുഷ്യന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയത് വലിയ ഒരു അപരിമേയമായ ഒരു ദാനമാണ്. ഈ വലിയ ദാനത്തിന് മുൻപിലാണ് നമ്മളെ തന്നെ കൂടുതൽ അവിടുത്തെ ആ താഴ്ന്ന അനുഭവത്തോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ കൃപയെ നമ്മൾ അനുഭവിച്ചറിയുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ പറയുന്നത് അതാണല്ലോ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സാദൃശ്യം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ മനുഷ്യ രൂപമെടുത്ത് ദാസനായി തീർന്നു. അവൻ തന്നെത്താൻ ഒഴിച്ചു, ക്രൂശോളം താൻ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അവനവൻ്റെ രാജകീയ മഹത്വവും പ്രൗഢിയുമല്ല വെളിവാക്കിയത്, പിന്നെയോ ഏറ്റവും താഴ്ന്ന അവസ്ഥയെയും സിംപ്ലിസിറ്റി ആൻഡ് വൾണറബിലിറ്റി വളരെയധികം ഏതു വിധത്തിലും അവൻ്റെ ജീവിത അപ്രകാരം ഒരു ദുർബലപ്പെടുത്തിയ അനുഭവത്തിൽ ആയിത്തീർന്നു എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് അപ്രകാരമുള്ള ആളുകളോടും ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങളോടുമുള്ള അവൻ്റെ താതാത്മ്യപ്പെടലായിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തുന്നു. ആ ഒരു അനുഭവം യേശുക്രിസ്തുവിൻ്റെ ദിവ്യമായ സ്നേഹം അത് ഈ ലോകത്തിന് വെളിപ്പെട്ടതായ ഒരു വലിയ ദൈവിക പദ്ധതിയായിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തുന്നു. യേശുക്രിസ്തു അവതരിച്ചത് ഒരു സാധാരണക്കാരിയായ ഒരു കന്യകയുടെ വയറ്റിലാണ് അവൻ പിറന്നത് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അവന് പേരിട്ടത് എന്താണ് പേരിടേണ്ടത് എന്ന് പറയുന്നത്, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്നാണ് പ്രവചന പുസ്തകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം നമ്മോട് കൂടെ. അതാകുന്നു ഈ തന്നെത്താൻ നൽകപ്പെടുന്നതായിട്ടുള്ള സ്നേഹത്തിൻ്റെ പാരമ്യം എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അവൻ നമ്മുടെ ഹീന അവസ്ഥയോടെ ഏറ്റവും താണിറങ്ങി വന്ന് നമ്മയൊക്കെയും ദൈവികതയിലേക്ക് വിളിച്ചടുപ്പിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായി അവിടുന്ന് കൂടെയുണ്ട് എന്നുള്ള വലിയ ഉറപ്പ് നമുക്ക് നൽകുന്നതുമായിട്ടുള്ള അനുഭവമാണ്. അവൻ നമ്മോടുകൂടെ നടന്നു. യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ നമ്മോടുകൂടെ വചനം ജഡമായി തീർന്ന് അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ നമ്മോട് ഹി ഡ്വെൽറ്റ് എമംഗ് അസ്, അവൻ നമ്മോടുകൂടെ കൂടാരമടിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു വലിയ അനുഭവം, തന്നെ നൽകുന്നതായ ഒരു അനുഭവം, നമ്മൾ ദൈവവും നാമുമായിട്ടുള്ള ഒരു വലിയ ബന്ധം, ആ ഒരു ബന്ധം സ്ഥാപിക്കുന്നതായ, അകലം കുറയ്ക്കുന്നതായ, ഒരു പാലം പണിയുന്നതായ, അകൽച്ചകളെ ഒരുമിപ്പിക്കുന്നതായ, ദൈവ മനുഷ്യ ബന്ധങ്ങളുടെ പാലം പണിയുന്നതായ ഒരു വലിയ അനുഭവമായി യേശുക്രിസ്തുവിൻ്റെ ജീവിതം അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ തന്നോടുകൂടെ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ദൈവിക സ്നേഹത്തിൻ്റെ വലിയ ദാനമാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടത് എന്ന് സുവിശേഷങ്ങളിലൂടെയും ദൈവവചനത്തിലൂടെയൊക്കെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള വാക്യമാണ്. എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. നമ്മളെല്ലാം പങ്കിടുന്നത് ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഈ ലോകത്തിൽ നാം കാണുന്നത് ദൈവിക ജീവന്റെ അനുഭവമാണ്. അതെല്ലാം നമ്മൾ പങ്കിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മളെല്ലാവരും സ്വാർത്ഥതയുടെ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ മറ്റുള്ളവനെ നമ്മുടെ ശത്രുവായിട്ടോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരു വ്യക്തിയായിട്ടോ കാണുന്നു. ദൈവം എന്നാൽ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ പങ്കിട്ട് തന്നവനാണ്. അവൻ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഒരേ സ്നേഹത്തിൻ്റെ, ഒരേ ജീവന്റെ അംശികളായി നമ്മെ തീർക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഈ ലോകത്തിലേക്ക് വന്നത്. അതവൻ്റെ യേശുക്രിസ്തുവിൻ്റെ
സ്നേഹത്തിൻ്റെ പങ്കിടുന്ന അനുഭവത്തെ അത്രേ യോഹന്നാൻ അതിലൂടെ പ്രദർശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ഒരു ദൈവിക സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ദൈവം ഓരോ അനുഭവങ്ങളിലൂടെയും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു ദൈവിക സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്. അവൻ്റെ ദൗത്യം വഹിക്കുന്നതായിട്ടുള്ള വാഹകരായി നാം ഈ ലോകത്തിൽ ദൈവിക ജീവന്റെ അംശികളായി തീർന്നുകൊണ്ട് ഈ ദൈവിക ജീവൻ പങ്കിടുവാനായിട്ട് അത് ജീവിക്കുന്ന വ്യക്തികളായി നമ്മളിലൂടെ വെളിപ്പെടേണ്ടതായിട്ടുള്ള ആ ദൈവിക സ്നേഹമാണ്. അത് നമുക്കെങ്ങനെ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ ക്രിസ്മസിൻ്റെ സമയങ്ങളിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയം. ദൈവിക സ്നേഹത്തെ നമുക്ക് എങ്ങനെ നമ്മളിലൂടെ ഈ ജഡം ധരിച്ച് ഈ ലോകത്തിന് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ഭൗതിക ശരീരം ഇന്ന് ലോകത്തിലില്ല. എന്നാൽ നാം ആണ് അവിടുത്തെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ഔദാര്യത്തിൻ്റെ, മനസ്സലിവിൻ്റെ ജീവിക്കുന്ന പ്രകടമായിട്ടുള്ള ഉദാഹരണങ്ങൾ. അതുകൊണ്ട് ദൈവിക സ്നേഹം അത് കേവലം നൽകുന്ന സ്നേഹം മാത്രമല്ല, അത് രൂപാന്തരപ്പെടുത്തുന്നതായിട്ടുള്ള സ്നേഹത്തിൻ്റെ അനുഭവമാകുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തെ നിരാശയുടെ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെ അനുഭവങ്ങളിലേക്ക് കരകയറ്റുന്നതിന് വേണ്ടി, ജീവിതത്തിൽ റെസ്ലെസ് ആയിട്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ഒരു വിധത്തിലും സ്വസ്ഥത അനുഭവിക്കാത്തവർക്ക് വേണ്ടി അവിടുത്തെ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവരായിരിക്കാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു അനുഭവമാകുന്നു. ആ ഒരു ക്രിസ്മസിൻ്റെ അനുഭവങ്ങൾ, യേശുവിൻ്റെ ജനനം വ്യത്യസ്തമായ രീതിയിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടതായ ഒരു ക്ഷണമാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ ആരെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളെ സ്നേഹിച്ച് തീർന്നതിന് ശേഷം നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ മറ്റൊരാൾക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതായിട്ടുള്ള പ്രാധാന്യവും പ്രാമുഖ്യവും അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഈ ദൈവരാജ്യത്തിന് വേണ്ടി സ്വയം അർപ്പിക്കുന്നതായിട്ടുള്ള ഒരു ബലിയായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിന് സാധിക്കുന്നു. അതുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചേതോവികാരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വയം നൽകുന്നതായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ നാം പ്രദർശിപ്പിക്കുന്നതായിട്ടുള്ള ഗോഡ്സ് ലവ് ഇൻ ആക്ഷൻ എന്ന് നമ്മൾ പറയാറ്. ലവ് ഇൻ ആക്ഷൻ, ദൈവസ്നേഹത്തിൻ്റെ ജീവിക്കുന്ന അനുഭവങ്ങളായി നമ്മൾ തീരുമ്പോൾ നമ്മുടെ വിശ്വാസ അനുഭവങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ പ്രകടമാക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതായ ചിന്ത നമ്മെ ഭരിക്കണം. ആ ദൈവിക സ്നേഹം നമ്മളിലൂടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുവാൻ, അത് നമ്മുടെ ബന്ധങ്ങളിലൂടെ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഈ ദൈവിക സ്നേഹത്തെ നമുക്ക് പ്രദർശിപ്പിക്കുവാനായിട്ട് സാധിക്കണം. അതാണ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത്, ജഡാവതാരം എന്ന് പറയുന്നത് അതാണ്. ദൈവിക സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി നമ്മൾ തീരുമ്പോൾ ഈ ഒരു ദൈവിക സ്നേഹം അത് പ്രവൃത്തിയിലൂടെ നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് അവൻ മനുഷ്യനായി തീർന്നത്, അവൻ ജഡാവതാരം ചെയ്തത് ദൈവത്തിൻ്റെ ലോകത്തോടുള്ളതായ ആ സ്നേഹം പ്രകടമാക്കുന്നതായ അനുഭവമായിരുന്നു. അതവൻ്റെ ജീവിതത്തിലൂടെ അവൻ തിരഞ്ഞെടുത്തതായിട്ടുള്ള ജന്മസ്ഥലം എന്തായിരുന്നു? അവൻ്റെ ജീവിതത്തിലൂടെ അവൻ ആരോടൊപ്പം സഹവസിച്ചുവോ അവർക്കൊക്കെ പ്രത്യാശയുടെ ദൂത് നൽകിക്കൊണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു സ്നേഹത്തിലേക്ക് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അത് നമുക്കിന്ന് ബന്ധങ്ങളിലൂടെ ഈ ഒരു ദൈവിക സ്നേഹം പ്രകടമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ബന്ധങ്ങളെ കുറച്ചുകൂടെ ഊഷ്മളമാക്കുവാനും ബന്ധങ്ങളെ കുറച്ചുകൂടെ സുതാര്യമാക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടോ? മറിയയുടെ ജീവിതത്തെപ്പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിനും അതോടൊപ്പം തന്നെ അവൻ്റെ ഭൗതിക ജീവിതത്തിലും ഒരുപാട് നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചതായിട്ടുള്ള മറിയ അവളുടെ ജീവിതത്തിലൂടെ തൻ്റെ മകനെ പഠിപ്പിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്ന സ്നേഹത്തിൻ്റെ അനുഭവങ്ങളെയാകുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുവാനായിട്ട്
യേശുക്രിസ്തുവിനും സാധിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് തൻ്റെ ശുശ്രൂഷയിലൂടെയൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീഞ്ഞില്ലാതെ വരുമ്പോൾ അവർക്ക് വീഞ്ഞില്ല എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിട്ടുള്ള മറിയം ഈ ഒരു ദൈവിക സ്നേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായ ഒരു അമ്മയുടെയും അതുപോലെ തന്നെ ജോസഫ് എന്ന് പറയുന്നതായിട്ടുള്ള ആ സാധാരണക്കാരനായ മനുഷ്യൻ്റെ ഭാര്യയെ മറിയെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ജോസഫ് കാണിച്ചതായിട്ടുള്ള തൻ്റെ ആ ഒരു കരുതലിൻ്റെ അനുഭവങ്ങളെയും ഒക്കെയും നമ്മൾ നോക്കുമ്പോൾ ദൈവം മനുഷ്യനോട് കൂടെ അവൻ്റെ ആവശ്യങ്ങളിൽ, അവൻ്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ കൂടെ നിന്നു എന്ന് പറയുന്നത് ഈ ഒരു ഇൻകാർണേഷൻ്റെ അനുഭവത്തെ തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ക്രിസ്തുമസിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് ഈ പങ്കിടലിൻ്റെ അനുഭവം എത്രമാത്രം അർത്ഥവത്താക്കി തീർക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിന്ന് ലോകത്തെമ്പാടും കാണുന്നതായിട്ടുള്ള ധൂർത്തിൻ്റെ അനുഭവങ്ങളിൽ കാണുന്ന ഈ ക്രിസ്മസ് ആഘോഷങ്ങളെ ഇന്ന് പങ്കിടുന്നതിനുള്ളൊരു അവസരമായിട്ട് വേർതിരിച്ചാൽ എത്രയോ ആളുകൾക്ക്, ഭവനമില്ലാത്തവർക്ക്, ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ചെറിയൊരു ഭവനമെങ്കിലും നിർമ്മിച്ചു നൽകുവാനായിട്ട് സാധിക്കും. ഈ ദൈവത്തിൻ്റെ വലിയ ഔദാര്യത്തെ നമ്മൾ ഓർക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ ജീവിതത്തിലൂടെ അപ്രകാരം ഈ ലോകത്തിന് വേണ്ടി പകർന്നു നൽകപ്പെടുന്നതായിട്ടുള്ള അനുഭവങ്ങളെ നമുക്കിന്ന് സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നൽകുന്നതായിട്ടുള്ള ദിവ്യമായ രക്ഷാ സന്ദേശം, അത് നമ്മളിലൂടെ കൂടുതൽ ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ മറ്റുള്ളവർക്ക് നൽകേണ്ടതായിട്ടുള്ള ദൂതാണ്. പങ്കിടുന്നതായിട്ടുള്ള അനുഭവത്തെപ്പറ്റി നമ്മൾ പറഞ്ഞത് ഭൗതികമായിരിക്കുന്ന അനുഭവങ്ങളിൽ മാത്രമല്ല, പിന്നെയോ ലോകത്തിൻ്റെ അനുഭവങ്ങൾ. ഇപ്പോൾ നമ്മൾ വായിച്ചപ്പോൾ എങ്ങനെയോ യാദൃച്ഛിക വായിച്ചതാണ്. മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആരെയും ഒരു കാലത്തും എല്ലാവർക്കും സംതൃപ്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യന് സംതൃപ്തി നൽകുന്ന ജീവദായകമായിട്ടുള്ള രക്ഷയുടെയും പ്രത്യാശയുടെയും സന്ദേശം നൽകുന്നതായിട്ടുള്ള സുവിശേഷത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് ലോകത്തിന് ഈ ഒരു രക്ഷാ സന്ദേശം കൊടുക്കുവാനുള്ള വലിയ ചുമതലയും ഉത്തരവാദിത്വവും കടപ്പാടുമുണ്ട് എന്നുള്ളത് ഈ ക്രിസ്മസിൻ്റെ ദിവസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു വലിയ രക്ഷാദൂതാണ് മാലാഖമാർ പ്രഘോഷിച്ചതായിട്ടുള്ള ആ രക്ഷയുടെ സന്ദേശം എന്ന് പറയുന്നത്. ആ ഒരു രക്ഷയുടെ സന്ദേശം ഈ ലോകത്തിന് വിളംബരം ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചോളം അവൻ്റെയും അവളുടെയും ജീവിതത്തിലൂടെ നേടിയെടുക്കേണ്ടത്. അത് പല വിധത്തിൽ നമുക്ക് ഈ രക്ഷയുടെ സന്ദേശം മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് സാധിക്കും. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണ ജീവിത ശൈലി പിന്തുടരുന്നതിലൂടെ, നമ്മുടെ മറ്റുള്ളവരോടുള്ള സഹജമായ അനുകമ്പയുടെ മനോഭാവത്തിലൂടെ, മറ്റുള്ളവരോട് ഔദാര്യമായി പെരുമാറുന്നതിലൂടെ ഒക്കെ നമുക്ക് ഈ ദൈവീയ സ്നേഹത്തെ പങ്കിടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഷെയറിങ് എന്നുള്ളതാണ് ഈ ക്രിസ്തുമസിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്. യേശുക്രിസ്തു തനിക്ക് ദൈവം തൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി ലോകത്തിൽ നമുക്ക് വേണ്ടി പങ്കിട്ടു എന്ന് പറയുമ്പോൾ ആ പങ്കിടലിൻ്റെ അനുഭവം നമുക്കിന്ന് എത്രമാത്രം ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ഈ പങ്കിടലിൻ്റെ വലിയ ഒരു സന്ദേശം ലോകത്തിന് നൽകണം. നമ്മുടെ ശുശ്രൂഷകളിലൂടെ ദൈവിക സന്ദേശത്തെ പങ്കിടുവാനായിട്ട് സാധിക്കണം. ഈ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ അത് കേവലം ഭൗതികമായിരിക്കുന്ന തലത്തിൽ മാത്രമല്ല, പിന്നെയോ നമ്മുടെ സമയമായിരിക്കാം, നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു അവസരങ്ങളായിരിക്കാം, മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുന്നതിന് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ്. ഒരു വ്യക്തിയോട് ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ആ വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും നൽകുന്നതായിട്ടുള്ള ചെറിയ സഹായം ഒരുപക്ഷെങ്കിലും ഒരു വ്യക്തിയെ എപ്പോഴും സഹായിച്ചു എന്ന് വരികയില്ല. എന്നാൽ ഞാൻ കൂടെയുണ്ട് എന്നുള്ളതായ ആ വാക്കുകൾ ഒരു വ്യക്തിയെ എത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മോട് കൂടെ എന്ന് പറയുമ്പോൾ, ഇമ്മാനുവേൽ എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ അതാണ്. നിന്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും ഞാൻ നിന്നോട് കൂടെ. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നതിന്, നമ്മുടെ സമയം വേർതിരിക്കുന്നതിന് നമുക്ക് സാധിക്കുമോ? മറ്റുള്ളവർക്ക് അർത്ഥവത്തായിട്ടുള്ള സമ്മാനമായി നമ്മുടെ പ്രസൻസ് നൽകുന്നതിന് സാധിക്കും, നമ്മുടെ സാന്നിധ്യം നൽകുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ബന്ധങ്ങളിലെ വീണ്ടെടുപ്പ് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ അനുഭവങ്ങൾ പരസ്പരം പങ്കിടുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരോട്
ഈ ദൈവത്തിൻ്റെ ഈ കരുണാർദ്രമായിട്ടുള്ള വലിയ പങ്കിടലിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളെ നമുക്കിന്ന് ലോകത്തിന് പകരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ സമയം, ദൈവം നൽകിയിരിക്കുന്ന സമയം മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഷെയർ ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ്, മറ്റുള്ളവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയാണ്. ഒരുപാട് ആളുകൾ തങ്ങളെ തന്നെ വിസ്മരിക്കപ്പെട്ടവരായിട്ടും ഒരുപാട് പേര് തങ്ങളുടെ ജീവിതത്തെ ഒറ്റപ്പെട്ട അനുഭവത്തിലും ഒക്കെ കണ്ടെത്തുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ നാളുകൾ നമുക്ക് കൂടുതൽ ദൈവസ്നേഹം നമ്മൾ അനുഭവിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഒരു അല്പം സമയം, ആ സമയത്തിലൂടെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നതായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ അല്പ കണങ്ങൾ നമുക്ക് ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നതിന് സാധിക്കുമോ? അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ദൈവസ്നേഹം ഒരു പരിധിവരെ മറ്റുള്ളവരിലേക്ക് ബന്ധങ്ങളിലൂടെ നമുക്ക് പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കും. ദൈവിക കരുണയുടെയും ദൈവിക സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ചേർന്ന് ആത്മാർത്ഥമായി മറ്റുള്ളവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെയും നമുക്ക് ഇപ്രകാരം ജീവിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദൈവം നിങ്ങളോട് കൂടെ എന്ന് പറയുന്നതായിട്ടുള്ള ആ പഴയ നിയമ യെശയ്യാ പ്രവാചകനിൽ നിന്നുള്ള ആ പ്രവചനത്തിൻ്റെ അനുഭവങ്ങളെ യേശുക്രിസ്തുവിലൂടെ എപ്രകാരം ഈ ലോകത്തിൽ നിറവേറ്റപ്പെട്ടുവോ ആ ഒരു വലിയ അനുഭവം ഇന്ന് ഇതൊരു ചരിത്രത്തിൻ്റെ പ്രത്യേകമായുള്ള അവസരത്തിൽ നിറവേറപ്പെട്ടതായ ഒരു സംഭവം, ക്രിസ്തു സംഭവം, അതവിടെ പരിമിതപ്പെട്ടു പോകുന്ന ഒരു അനുഭവമല്ല. പിന്നെയോ ഇന്നും ലോകത്തിലേക്ക് അവിടുത്തെ ഡിവൈൻ പ്രസൻസ് ഇറങ്ങി വരുന്നതായിട്ടുള്ള ഒരു വലിയ അനുഭവം ലോകം ദർശിക്കുന്നതിന് സാധിക്കും. ഈ ദൈവിക സാന്നിധ്യം നമ്മളിലൂടെ ലോകം തിരിച്ചറിയുന്നതിന് സാധിക്കും. ആ ഒരു വലിയ ദൈവിക സാന്നിധ്യത്തെ ലോകത്തിന് പങ്കിട്ട് കൊടുക്കുന്ന അനുഭവത്തിന് വേണ്ടിയാണ് ക്രിസ്ത്യാനികളായ ക്രിസ്മസ് ആഘോഷിക്കുന്ന നമ്മയൊക്കെയും ദൈവം വിളിക്കുന്നത്. ആ ഒരു വലിയ പുതിയ യുഗത്തിനു വേണ്ടി, പുതിയ കാലത്തിനു വേണ്ടി ലോകത്തെ ഒരുക്കുന്നതായിട്ടുള്ള ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ, ആ വീണ്ടെടുക്കുന്ന സന്ദേശത്തെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ നമ്മയും നമ്മുടെ സമയത്തെയും നമ്മുടെ വിഭവങ്ങളെയും മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്ന സ്നേഹത്തിൻ്റെ വലിയ സമ്മാനങ്ങളായി ജീവിതം രൂപാന്തരപ്പെടുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. അവൻ നമുക്ക് വേണ്ടി സ്വയം ദരിദ്രനായി തീർന്നു. അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരായി തീരേണ്ടതിന് നമുക്ക് വേണ്ടി പകർന്നതായിട്ടുള്ള ആ ദൈവസ്നേഹം, സൃഷ്ടിയിൽ മുതൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ആ പങ്കിടലിൻ്റെ അനുഭവം, അത് ഈ ലോകത്തിൽ വന്ന് അവൻ എല്ലാവരോടും താതാത്മ്യപ്പെട്ട് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ മറ്റുള്ള വിശക്കുന്നവർക്ക് അപ്പമായി, രോഗികൾക്ക് സൗഖ്യമായി, പാപികൾക്ക് വിമോചനമായി അവൻ്റെ ജീവിതം പങ്കിട്ടതുപോലെ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും പങ്കിട്ടതുപോലെ നമ്മുടെ ജീവിതം ദൈവം നൽകിയിരിക്കുന്നത് ഈ ലോകത്തിൽ അപ്രകാരമുള്ള ഒരു ജീവിതമാണ്. ഈ ദൈവിക സന്ദേശം ലോകത്തിന് നൽകുന്നതിന് വേണ്ടി നമ്മുടെ സാന്നിധ്യത്തിലൂടെ ലോകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മുടെ ഓരോ മറ്റുള്ളവർക്ക് നൽകുന്നതായിട്ടുള്ള അത് വിഭവങ്ങൾ ഏത് രീതിയിലായിക്കൊള്ളട്ടെ, അതിനെ പങ്കിടുന്നതിലൂടെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുന്നതിനും നമ്മുടെ ബന്ധങ്ങളെ വീണ്ടെടുക്കുന്നതിനും ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരുന്നതിനുമുള്ള ദിവസങ്ങളെ തീർക്കട്ടെ. ദൈവം തന്റെ സാന്നിധ്യം നൽകട്ടെ. അപ്പത്തിൻ്റെ ഭവനത്തിൽ ജനിച്ചവനായിട്ടുള്ള കർത്താവ്, ജീവന്റെ അപ്പമായി നമുക്ക് വേണ്ടി വന്നതായിട്ടുള്ള കർത്താവ്, അവൻ നമ്മുടെ വിശപ്പറിയുന്നവനും നമ്മുടെ ദാഹം അറിയുന്നതിനും നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത അനുഭവങ്ങളെയും അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമുക്ക് വില നൽകുന്നവനുമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി, അതിൻ്റെ സമൃദ്ധമായിട്ടുള്ള പങ്കിടലിൻ്റെ അനുഭവത്തിന് വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. അവിടുത്തെ ക്ഷണം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൽ സന്തോഷിക്കുവാൻ, ദൈവം നൽകിയ ഈ വലിയ രക്ഷയിൽ സന്തോഷിപ്പാൻ, ദൈവം നൽകിയതായിട്ടുള്ള വലിയ സമ്മാനത്തിൽ, അവിടുത്തെ ദാനത്തിൽ നമുക്ക് സന്തോഷിപ്പാൻ, അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിടുവാനുള്ള ഒരുക്കത്തോടുകൂടെ ഈ ദിനങ്ങളിലായിരിക്കാം. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും അതിനായി വഴി നടത്തുമാറാകട്ടെ.